ഹായ് ഗൈസ്, ഇന്നാണ് റിസപ്ഷൻ. ബിസ്ക്കറ്റ് ചവച്ചുകൊണ്ടിരിക്കുന്ന ഷാസിനെ എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മുറിയിൽ നിന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാൻ മറന്നുപോയി. ദിസ് ഈസ് ദ ന്യൂ ഇൻട്രോ. ഓക്കെ ഗൈസ്, നമ്മൾ റിസപ്ഷന് പോവുകയാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. എനിക്ക് തോന്നുന്ന ഒരു വമ്പിച്ച ജനക്കൂട്ടമുള്ളൊരു ഇവൻ്റാണെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ വ്ളോഗ് തകർക്കും ഗൈസ്. ഇന്നലത്തെ എൻ്റെ ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും. മറ്റൊന്നും ചെയ്യണ്ടേ, ഇവൻ്റെ വിവോ X200 FE നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും ഗൈസ്. അതും കുറച്ച് ഫോട്ടോ എടുക്കണം. എനിക്ക് പിന്നെ Insta360 ഒന്ന് ടെസ്റ്റ് ചെയ്യണം. റേബാൻ വെച്ച് കുറച്ച് സാധനം എടുക്കണം. പിന്നെ എൻ്റെ വിവോ വെച്ച് ഞാൻ വ്ളോഗും ചെയ്യും. ഇത്രയാണ് ഇന്നത്തെ അജണ്ട ഗൈസ്. ഇങ്ങനൊരു വ്ളോഗർ നിങ്ങളെ ജന്മത്താരെയും കണ്ടാണത്തില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ശരി ഗൈസ്, നമ്മൾ നേരെ പോവുകയാണ്. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ബിസ്ക്കറ്റും കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ടാറ്റ, ബൈ. അച്ഛാനെ ഒന്നും മുണ്ടില്ല, ഒന്നും നോക്കണ്ട, നടക്കൂല. എന്ത് ഞാൻ ഫുൾ പവറിലാണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു രക്ഷയില്ല. ഞാൻ തുടങ്ങി. അയ്യോ, ഇത് സൈലന്റ്. നമ്മള് മറ്റേ സൈലന്റ് ആയിട്ട് കളിച്ചാൽ. എന്നാലും വെൽക്കം ടു മൈ വ്ളോഗ്. സിനിമയല്ലേ? ഫുഡ് വ്ളോഗിങ്ങിന് വന്നിരിക്കുന്ന ഇവിടെ വടയുണ്ട്, ബജിയുണ്ട്, മറ്റെന്തോടാ? അതെന്തോ ബജി? ഓക്കെ, അത് എടുത്തോ. ഒരു പാത്രത്തിലല്ലാക്കി തന്നോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതും കൂടെ എടുത്തോ. ഒന്നും മതി, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. എരിയുള്ളത് ഏതാണ്? ഓക്കെ, ഇവന് എക്സ്ട്രാ ഡ്യൂട്ടിയാണ് ഇപ്പം. നേരത്തെ വ്ളോഗ് എടുത്തത് കുറച്ച് ശരിയായില്ല, അതുകൊണ്ട് അവന് ഞാൻ പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ബജി എടുക്കുന്ന പണി.
ഓക്കെ, നമ്മൾ ഇവിടുത്തെ ബജി ടേസ്റ്റിംഗ് കണ്ടുപോടാ, തണുത്തുപോയി. നമ്മൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. വിത്ത് ദ കോൾമി ഗ്യാങ്. ഏത് നോക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ സെൽഫി എടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാണുന്നത് നമ്മൾ ഈ ലോകത്ത്. എന്താണ് അത് സംഭവിച്ചത്? ഫോട്ടോ എടുത്തത് ഇരുട്ടായി. താങ്ക്സ് ബ്രോ, ബൈ. വെൽക്കം ടു മൈ വ്ളോഗ്. ഇങ്ങനെ ആക്കിയാൽ മതിയല്ല. എന്റെയാ കാര്യമായിട്ട് ഇത് വ്ളോഗിൽ പറയടാ. കേരളത്തിലെ ഏറ്റവും വലിയ സ്ട്രീമർ എന്റെ വ്ളോഗ് കാണുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ഗൈസ്. മതി, 1 മില്യൺ അടിച്ചൊരു ഫീലിംഗ് ആയി ഗൈസ്. സെറ്റ്. കൺഗ്രാറ്റുലേഷൻ. സുഖമാണ്. ഞാൻ വ്ളോഗിങ് ആണ് ഇപ്പൊ. എനിക്ക് ഗെയിമിംഗ് തുടങ്ങിയപ്പം കുറച്ചുകൂടെ കംഫർട്ട് ഇതാണെന്ന് തോന്നുന്നു. ഇത് നല്ല പാടാണ്. ആൾക്കാർ പറയും 15 കിലോ 40 കിലോ. ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ട് 2 കിലോ എടുത്തു കഴിഞ്ഞാൽ ഭാഗ്യം. നമ്മൾ അത്രേ ഉള്ളൂ. ആ ഒരു സംഭവം മതിയല്ലേ. നമ്മളടുത്ത് എന്തോ സാഹിബിന്റെ ലെവല് കളിയെന്നാണ് വിചാരം. ഗെയിമേഴ്സ് തമ്മിലുള്ളൊരു ആക്ച്വലി ഇപ്പൊ ഉണ്ടല്ലോ, ഒരു ഫേസ് കഴിഞ്ഞപ്പോ അത് ഡെഡ് ആയിരുന്നു ഗെയിം. പിന്നെ ഇപ്പൊ എല്ലാരും സായിപ്പും അവരൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാരും ഒരു എന്റർടൈൻമെന്റ് എലമെന്റ്. നേരത്തെ എല്ലാരും കളിക്കുകയും ചെയ്യാറുണ്ട്, ആൾക്കാർ കുറവാ. പിന്നെ ഈ ഇരിക്കണതാണ് ബുദ്ധിമുട്ട്. നമുക്കിങ്ങനെ 5 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം അത് കളിച്ചിട്ട് 1-2 കില്ലിട്ട് അതെടുത്ത് ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്കത് മതി. വേറെ ഒന്നും വേണ്ട എന്നുള്ള സെറ്റപ്പിലാണ്. ഏകദേശം ചെറിയൊരു പോഡ്കാസ്റ്റ് ആയി പോയി കേട്ടാ. ആണോ? ഓഹോ, അങ്ങനെ ഇല്ല, ഞാൻ ഫുഡ് വ്ളോഗിന് വന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ റിവ്യൂ ഉടനെ ഇടുന്നതായിരിക്കും. നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. പയ്യൻ എല്ലാം സെറ്റ് ആക്കി തരും. അയ്യോ, ബെല്ല ഇവന്റ്സ് ഇല്ലടാ. ഉണ്ടാ എന്റെ ഓർമ്മ ഉണ്ടാ സെറ്റ്. ഗൈസ്, നമ്മൾ ഫുഡ് അടിച്ചിട്ട് വരുന്നതാണ്. എടാ അവര് കൊണ്ടുവരും. അതിൽ നിന്ന് വേണ്ട കൊണ്ട് നീ തിന്നാ മതി. ആണോ? എന്നാ പിന്നെ ഞാൻ പോണേ. എന്നാ പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചാൽ മതി. ഞാൻ എടുത്തോളാം. ഒരു പ്ലേറ്റ് തരാമോ? എല്ലാം ഓരോണ്ണം വെച്ചെടുത്തോ. എല്ലാം ടേസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇന്ന് ലാസ്റ്റ്, ഇന്നത്തോടെ തീർത്തി തന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്താണ്? ഫിഷ് മാംഗോ കറി, ബീഫ്. ഇതിൻ്റെ പുറത്തോട്ട് അത് ഞാൻ വീണ്ടും വരാം. ഇത് ബിരിയാണിയുടെ സാധനങ്ങളാണല്ലേ. അപ്പോൾ കൈസ്, അത് ബിരിയാണി ഞാൻ വീണ്ടും ഒന്നുകൂടെ വരേണ്ടി വരും. കോഴി നെയ്യിൽ വരട്ടിയത്, അതാണ് ഇപ്പം അജാസ് കഴിക്കുന്നത്. എല്ലാം ഇച്ചിരി വെച്ചു. കോഴി നെയ്യിൽ വരട്ടിയത്, അത് ഞാൻ ആദ്യമായിട്ടായിരിക്കും കഴിക്കുന്നത്. ഇത് ചിക്കൻ ഫ്രൈ. താങ്ക് യു. ഇതൊക്കെ എന്തോന്നു? പിക്കിളൊക്കെ അല്ലേ? അതൊക്കെ കുറച്ചൊന്ന് പ്ലേറ്റിൽ തന്നാലും മതി. അതെന്താണ് അത്? ഈ സാധനം സെയിം തന്നെയാണ്. മഞ്ചൂരിയൻ ആണ്. വെജിറ്റേറിയൻ ഞാൻ അധികം കഴിക്കാറില്ല. ഓക്കെ, നോൺ വെജ് ഫാൻ ഹാപ്പി. ഇത്രയും സാധനങ്ങളുണ്ട്. നമ്മൾ പോയി കഴിക്കട്ടെ. ടേസ്റ്റിംഗ് സെറമണിയിലോട്ട് പോവുകയാണ്. ഇതൊരു തരം സാലഡാണ്. പാസ്ത സാലഡ്. ഷസാം അവിടെ എന്നുണ്ട്, കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. ബീഫ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതാ ആദ്യം തന്നെ പൊറോട്ട കഴിക്കുകയാണ്. പൊറോട്ട ഇങ്ങനെ പിച്ചി എടുത്തിട്ട്, ഏതായിരുന്നു ബീഫ്? ഇതല്ലേ? അല്ല, ഇത് ചിക്കനാടാ. അത് ബിരിയാണി അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ ചിക്കൻ എടുക്കുന്നു. നെയ്യിൽ വരട്ടി ചിക്കൻ വിത്ത് പൊറോട്ട. നൈസ് ചിക്കൻ. അടിപൊളി. അത് നമ്മൾ കഴിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒന്നും നമ്മൾ വിടാതെ പോകുന്നില്ല. അടിപൊളി ടേസ്റ്റ്. അടുത്ത ടേസ്റ്റും പോരാ കഴിച്ചു. ബീഫ് ബിരിയാണി. ഷാസ് ഭയങ്കര ഒന്ന് പറഞ്ഞാൽ ബീഫ് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. അല്ല, ഇങ്ങനെ എടുക്കണം. ഓക്കെ, ബീഫ് എടുക്കുന്നു, ചോറെടുക്കുന്നു. നല്ല ഫ്ലേവർഫുൾ റൈസും നല്ല സോഫ്റ്റ് ബീഫും. കൊള്ളാം ഗൈസ്, അടിപൊളി. അടിപൊളി മാങ്ങ. കൊള്ളാം, അടിപൊളി ബിരിയാണി, സൂപ്പർ. കഴിച്ചിട്ട് ആരാണ്? പൂജ ബേട്ടി. കേസേ ഹോ? ഇതൊക്കെ ഉണ്ട്.
ഞാൻ ശ്രദ്ധിച്ചില്ല ഇത് ആരോ ഇങ്ങനെ മറ്റേ സീരിയസ് ആയിട്ട് ഇരിക്കുന്നു. ഇല്ല ഹമ്പിൾ എവിടെ? ഹമ്പിൾ കല്യാണത്തിന് വരാത്ത ഹമ്പിൾ എവിടെ? കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. കല്യാണത്തിന് വരാത്ത എന്തിന് കല്യാണത്തിന് വരാത്ത എന്ത്? കല്യാണത്തിന് നിന്നെ ഒന്നുമില്ല. കൈ ചൂടായി പണി താറങ്ങി വരട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ. തനി നാടൻ വൈബാണ്. അപ്പോൾ തനി നാടൻ വൈബിന് നമ്മൾ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യമായ ഒരു ഘടകമുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് ഞാൻ നിന്നെ കാണിച്ചു തരാം. ിലോട്ടാക്കി
ഓ അത് ശരി. എന്നെയും യൂട്യൂബിന്റെ അകത്തോട്ടാക്കി പാരലൽ വേൾഡിലോട്ട് ഞാനും കയറി. അല്ല ഓരോ മനുഷ്യർക്കും ഓരോ ഇതുണ്ടോ എന്തോ പറയല്ലോ നിയോഗം. ഓ എന്തോ നല്ല കാര്യമാണ്. മുമ്പെന്ന് പറയുന്നത് ഈ വടക്കൻ മലബാറിൽ ചാവേർ എന്ന് പറയും. അതായത് ബോഡി സമർപ്പിച്ചിറങ്ങാന്നുള്ളതാണ്. പിന്നെ എന്താ സംഭവിക്കുന്ന അറിഞ്ഞൂടാ. ചെറുതായിട്ട് ബോഡി സമർപ്പിക്കാൻ പോവാ. ഓ നോ. എന്തായാലും അനുഗ്രഹിക്കണം. അവസാനം മരണം ഉറപ്പാണ്. അങ്ങനെ ബാബു ബ്രോ നമ്മളെ വ്ളോഗിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. Happy married life. Aliya Mango, thank you for the happy married life. കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഒരു അടിപൊളി കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഈ മ്യൂസിക് ഇടുന്നതിന് മുമ്പേ ഔട്ടർ എടുത്ത് തീർക്കട്ടെ ഗൈസ്. പൊളി കല്യാണമായിരുന്നു. വിഷ് ബോത്ത് ഓഫ് ദം എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. നമ്മൾ അങ്ങനെ ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ്. കാണാം ഗൈസ്. ബൈ.